അവർ ഉദ്ദേശിച്ച രൂപീകരണമൊന്നും ഈ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു പറയാനുണ്ട്. ഞാൻ എന്റെ വ്യക്തിയിലേക്ക് ഇപ്പോ നേരത്തെ അധികം സംസാരിച്ചു തുടങ്ങിയത് വയനാട് വളരെ ഗൗരവമുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലായിരുന്നു. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ക്ഷീണവും ആക്ഷേപവുമായിട്ട് പറഞ്ഞുണ്ട്. ജനങ്ങൾക്കിടയിൽ ഒരു ചോദ്യമുണ്ട്. കാരണം ഞാൻ അദ്ദേഹത്തെ പ്രചാരണം വലിയ ചർച്ചയിലേക്ക് കയറുന്നത് കേട്ടുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ പിരിച്ച പണം കൊടുത്ത് ഭൂമി വാങ്ങാനേ കഴിയുമായിരുന്നുവെങ്കിൽ അത് ചെയ്ത് ആ കാര്യം ജനങ്ങളോട് പറയുകയായിരുന്നില്ലേ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ചെയ്യേണ്ടിയിരുന്നത്. പകരം നിങ്ങൾ ആളെ പറ്റിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൊടുക്കുന്ന എന്തിനും തറക്കല്ലിടുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിൽ വെക്കാൻ ഇത് പണിയാൻ പണമില്ല. അതുകൊണ്ടാണ് തുറന്നുള്ള ദിവസങ്ങളിൽ ഒന്നിലും ഒരു കല്ലുകൂടിയോട് ഇറക്കാതിരുന്നത്. അതൊക്കെ ചോദിക്കുമ്പോൾ അതിന് വലിയ കള്ളമല്ലേ പ്രതിപക്ഷ നേതാവ് അത് പണി തുടങ്ങി. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ഏറ്റവും അധികം സംശയിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിലെ ഉദ്ദേശശുദ്ധിയെ ഇത്രയ്ക്ക് ആളുകൾക്ക് വലിയ സംശയം തോന്നിപ്പിക്കുന്ന നിലയിലേക്ക് നിങ്ങൾ എക്സ്പോസ് ആയില്ലേ കോൺഗ്രസ് നേതൃത്വം? അതെന്തിനു വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് കടന്നുകൂടാൻ വേണ്ടി മാത്രമായില്ലേ? അങ്ങനെ ചെയ്യാമായിരുന്നോ എന്ന ചോദ്യം വോട്ടർമാരുടെ മുമ്പിൽ വളരെ പ്രധാനപ്പെട്ട നിലയിൽ കോൺഗ്രസ് നേരിട്ട ഏറ്റവും വലിയ പ്രതിപക്ഷം അതിനെയല്ലേ പ്രതിപക്ഷത്തിരുന്നിട്ടില്ല അഴിമതിയിൽ ആറാടിക്കുന്ന അവസ്ഥ നിങ്ങൾ പ്രതിപക്ഷത്തായിട്ടുണ്ട് എന്നൊരു പ്രശ്നം ഇത് നിൽക്കുകയല്ലേ നിങ്ങളുടെ വിഭാഗത്തിൽ പെടാപ്പാടുവിട്ടില്ലേ നിങ്ങളുടെ നേതാക്കളൊക്കെ ഇത് പറയാൻ ആളുകളെ ബോധ്യപ്പെടുത്താൻ ഓരോ ചോദ്യത്തിനും എന്തൊക്കെ തരത്തിലാണ് ഒരു തവണ തിരിച്ചു തന്നെ പറയാം ഒരു 50 ചോദിച്ചു ചോദിക്കുന്നതിനെ പറ്റി ഉത്തരം പറയട്ടെ. ഉത്തരം ഞങ്ങൾക്കും പറയുന്നത് പറയും, ഞങ്ങൾക്ക് വേണ്ടി പറയണം. പക്ഷെ പദ്ധതികമായി പറയട്ടെ. ചോദിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. ഏപ്രിൽ ആദ്യം മുതൽ തുടർച്ചയായി അദ്ദേഹത്തോട് കേന്ദ്ര വേണുഗോപാലിനോടും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയോടും സതീഷ് ജോസഫിനോടും കൈകളിൽ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ഇത് പറയാൻ പലതും പറയാൻ നിർബന്ധിതമായത്. അതുകൂടിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട നിലയിൽ പറയാതെ പോകാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം സുധാകരൻ വിവാദമൊക്കെ കെട്ടടങ്ങിയതാണ്. ഏറ്റവും അവസാനമൊക്കെ വിട്ടു ഈ പ്രചാരണം ചെയ്യുന്ന ദിവസവും അദ്ദേഹത്തിനെതിരെ ഒരു കത്ത് അദ്ദേഹത്തിനെതിരെ സമീപം ഒരു കത്ത് എഴുതി പറയുന്നു എഴുതി പറയുന്നു അത് വ്യാജമാണെന്ന് അവർ പറയുന്നു. പക്ഷെ സുധാകരൻ ആ വിശ്വാസം വന്നിട്ടില്ല. അദ്ദേഹം അത് അംഗീകരിക്കുന്നില്ല. അദ്ദേഹം ആ നിലയിൽ അതിനെ പ്രതികരിച്ചുകൊണ്ട് ബിജെപിക്ക് അദ്ദേഹവും പരാതി നൽകുന്നു. ഈ വിഷയങ്ങളൊക്കെ പ്രചാരണത്തിന്റെ അവസാനം വളരെ പ്രതികൂലമായി പ്രതിപക്ഷ മുന്നണിയെ ബാധിക്കും വിധം നിൽക്കുകയായിരുന്നില്ലേ? വയനാടുള്ള ഒരു പദം ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിനെതിരെ എന്ത് സമരവും നിങ്ങൾ നടത്തുമായിരുന്നു? നിങ്ങൾ 10 വർഷമായി ഭരണത്തിൽ വളരെയേറെ പുഴയല്ലോ. ഞാൻ പറയട്ടെ, ഈ അവാസ്തവമായിട്ടുള്ള വയനാടിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തികച്ച് തെറ്റാണെന്നുള്ള കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇവിടെ ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റ് ശ്രീമാൻ വക്കീലുണ്ട്. അദ്ദേഹത്തിന്റെ സംഘടനയുടെ പ്രത്യേകം നമുക്കറിയാം. എതിരഭിപ്രായ ഒരു കാര്യമായി കാണിച്ചവരെ ചെടിച്ചെടികൊണ്ട് തടസ്സപ്പെടുത്ത ഒരു സംഘടനയുടെ നേതാവായ അദ്ദേഹം പറയുന്നത് ഈ യുഡിഎഫിനെതിരെ അഴിമതി ആരോപണങ്ങൾ വ്യക്തമായിട്ടില്ല എന്നുള്ളത്. അതുപോലെ ഏകപക്ഷീയമായി ഞങ്ങൾ വിജയം നേടുന്നതൊക്കെ ഈ ഘട്ടത്തിൽ 10 വർഷത്തെ ഭരണം അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം, ഈ 9 മണിക്കൂർ മുമ്പ് ഈ കേരളത്തിൽ വലിയൊരു വെളിപ്പെടുത്തൽ ശ്രീമാൻ മാറ്റിക്കൊള്ളുന്നതാണ് നടത്തുകയുണ്ടായി. അതായത് 2018 പ്രളയം ലാൻഡ്ലൈൻ ആയിരുന്നു എന്ന ഇന്നത്തെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി പറയുന്ന വാക്കുകൾ കേരളത്തിലെ ജനങ്ങൾക്ക് വെളിപ്പെടുത്തി ചെയ്യുകയാണ്. ഭാവിയെക്കുണ്ടെങ്കിൽ ആ മന്ത്രി ഇപ്പോൾ തന്നെ രാജ്യത്തെ വിജയിക്കുന്നത് ഘട്ടമാണ്. ഈ കേരളത്തിലെ ജനങ്ങൾ ഉത്തരവാദിത്വമുണ്ട്. അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു കണ്ടെത്തലും അദ്ദേഹം മുക്കിക്കുന്ന അല്ലെങ്കിൽ മുക്കി കേരളത്തിൽ 483 ആളുകളാണ് മരണപ്പെട്ടത്. 40,000 കോടി രൂപയുടെ നഷ്ടം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. അത് ലാൻഡ്ലൈൻ ആയിട്ടുള്ള ദുരന്തമാണ്. കരിമണൽ രോഗിയെ സഹായിക്കാൻ വേണ്ടി ആരോടും പറയുന്നതാണ്. അത്തരത്തിലൊരു ആരോപണം പറയുന്നത് പ്രതിപക്ഷമല്ല, ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണെന്ന് മനസ്സിലാക്കുന്നത്. ഏകദേശം 2 ഡസനോളം അഴിമതി ആരോപണങ്ങളിൽ പെട്ട് അതൊന്നും ഒരു അനുവദിക്കാതെ ഏറ്റവും ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വരുമ്പോൾ അത് സിപിഎമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോൾ അമ്മമാരായ ശിവകുമാറും ഒക്കെ ജയിലിൽ കുടിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വൈകി ഒക്കെ ചെയ്യുമ്പോൾ ഒരു ബാലൻസിന് വേണ്ടി നിങ്ങൾ വയനാട് കാഴ്ച എടുക്കുന്നതിൽ അറിയാം വേറെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പോകാം. പുതിയ വിഷയങ്ങളാണ് താങ്കൾ അവതരിപ്പിച്ചത്. ഞാനിതിലെ രാഷ്ട്രീയ ചോദ്യമല്ല ഞാൻ ആളുകളുടെ മുമ്പിൽ ഒരു ചോദ്യമില്ലേ എന്നത് ആവർത്തിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള പണം കൊണ്ട് ഭൂമി വാങ്ങാനേ കഴിയുമായിരുന്നുള്ളൂവെങ്കിൽ നിങ്ങൾ അത് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ കയ്യിലെ പണം കൊണ്ട് ഭൂമി വാങ്ങി വീടുകൾ
നടപടിയല്ലല്ലോ എന്ന് ആളുകളിൽ പറഞ്ഞില്ലേ? അതേക്കുറിച്ചാണ് വലിയത് പറയും. ഇവിടെ പ്രധാനപ്പെട്ട ഭരണകക്ഷി കോൺഗ്രസിന്റെ വയനാട് കളക്ഷനെ സംബന്ധിച്ച് കണക്ക് പുറത്തുവിടാൻ ഞാൻ വളരെ പരസ്യമായി അല്ല ഞാൻ ചോദിച്ചത് വസീഫിന്റെ ചോദ്യമല്ല, സിപിഎമ്മിന്റെ ചോദ്യമല്ല. നിങ്ങൾ ഈ വോട്ടർമാർ ന്യായമായി ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. എന്തിന് നിങ്ങളവിടെ പണി തുടങ്ങിയെന്ന് പറഞ്ഞു? നിങ്ങൾ എന്തിനാ കണക്കിൽ എടുത്തു എന്ന് ആളുകൾ എടുത്ത് പറയും. അതാണ് ഞാൻ വേറെ കാര്യം. അത് ഞാൻ ആ ചോദ്യത്തിലൂടെ പറയുന്നതിന് മുമ്പ് കാര്യത്തില്ലേ, പയ്യന്നൂർ എക്സസൈസ് ഫണ്ടിന്റെ കണക്ക് അവതരിപ്പിക്കണമെന്ന് കേരളത്തിലെ ജനങ്ങൾ സിപിഎമ്മിന്റെ സംബന്ധരായ ഈ മസൂദിനെ ഉൾപ്പെടെ ചോദിക്കുമ്പോൾ അതിനൊരു ആൻസർ പറഞ്ഞിട്ടില്ല. സംസ്ഥാന സെക്രട്ടറി എംപുരാൻ വാർത്താസമ്മേളനം നടത്തി അതിനകത്ത് മാത്രമാണ് ഞാനത് പറഞ്ഞത്. പക്ഷെ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ഈ ചോദ്യത്തിൽ എനിക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ്. ആ മറുപടി യുഡിഎഫിന് വേണ്ടി യുഡിഎഫിന്റെ കക്ഷികൾ എല്ലാവരും എത്ര കോടി രൂപയാണ് തിരിച്ചിട്ടുള്ളത് മനസ്സിലാക്കണം. സിപിഎം എന്ന് പറയുന്ന കക്ഷി 100 ലക്ഷം രൂപ മാത്രമല്ല വരണ്ട. നിങ്ങൾ വിട്ട പണത്തിന് ഇപ്പോൾ കൂടി വാങ്ങാനേ കഴിഞ്ഞുള്ളൂ. അത്രയ്ക്ക് പണം ഉള്ളൂ. പിന്നെ നിങ്ങൾ എന്തിനാണ് വീട് വെക്കുന്നു ഒരു പ്രതീതി ആളുകളിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്നത്? അതെന്തിനു വേണ്ടിയായി? ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് അതിന്റെ പ്രാഥമികമായിട്ടുള്ള അപേക്ഷ കൊടുക്കുമ്പോൾ കൂടുതൽ വീടിന്റെ നിർമ്മാണ പദ്ധതിയുടെ ആരംഭിക്കുകയാണ്. കൊടുത്തിട്ടില്ല, അപേക്ഷ കൊടുത്തിട്ടില്ല, എന്നിട്ട് നിങ്ങൾ നടന്നിട്ടു, എന്നിട്ട് പണി തുടങ്ങി നടക്കുന്നു എന്ന് വേണ്ടി വേണ്ടി സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നതിന് ഒരു വർഷത്തെ സമയമെടുക്കും. മുസ്ലിം ലീഗിന് ഭൂമി ഏറ്റെടുക്കുമ്പോൾ അതിന് താമസവാദം ഉന്നയിച്ചുകൊണ്ട് പിന്നെ വേറെ പദ്ധതികളാണ്. ഞാൻ ഇത് എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ കയ്യിലെ പണം കൊടുത്തു ഭൂമി വാങ്ങി, അത്രയും ചെയ്യേണ്ടതല്ലോ. അത് കഴിഞ്ഞ് നിങ്ങളെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പണി നടക്കുന്നു, വീട് വെക്കുന്നു എന്ന് ആളുകളോട് നിങ്ങൾ പറഞ്ഞതിന് ആ ഭാഗത്തിനാണ് വലിയ ഒരു മറുപടി കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായി കോൺഗ്രസിന്റെ നേതാക്കൾ എന്താണ് പണം ഞങ്ങൾ സമ്മതിക്കും, വീട് ഞങ്ങൾ വെച്ചു കൊടുക്കും, മുസ്ലിലേക്ക് കടവെട്ടിയ മുസ്ലിലേക്ക് വീട് പിന്നെ പ്രശ്നത്തിനുള്ള പണി തുടങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല. പണി തുടങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല. അവരെ സംബന്ധിച്ച് തുടങ്ങാന്ന് പറയുന്നത് ഭൂമിയെ വെക്കാനുള്ള ഭൂമിയെ ഭൂമി സംബന്ധമായി അതിന് ധരിക്കൽ നടക്കണം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നടക്കണം. ഇത് വല്ലതും നടക്കിയോ? എല്ലാം നടക്കും. ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചു. ഇപ്പോൾ ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല. ഏറ്റവും പ്ലാൻ വേണ്ടി സർക്കാർ ഭൂമി നൽകുന്ന സർക്കാർ കോൺഗ്രസിന് നൽകിയില്ല. അപ്പൊ ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യം വോട്ടർമാർക്കിടയിൽ നിങ്ങൾ രാഷ്ട്രീയമായ കൊടുക്കുന്നുണ്ട്. പക്ഷേ വോട്ടർമാരുടെ പ്രധാന ചോദ്യത്തിന് കോൺഗ്രസിന് മറുപടിയുണ്ടോ? ഇത്രയും സമയം കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം അതിലേക്ക് പോകാനോ പറയാനോ വോട്ടർമാർക്ക് കൃത്യകരമായ ഒരു മറുപടി നൽകാനോ അതിന്റെ